നമസ്കാരം. പാകിസ്ഥാന്റെ ആസ്ഥാന ഭീകര സംഘടനകളായ ലഷ്കർ-ഇ-തോയ്ബയും ജെയ്ഷെ മുഹമ്മദും വീണ്ടും ജമ്മു കാശ്മീരിൽ പുതിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയാണെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇന്ത്യക്ക് പാകിസ്ഥാൻ വർഷങ്ങളായി ഭീകരതയെ രാഷ്ട്രീയ തന്ത്രമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് എന്നത് വ്യക്തമായി അറിയുന്ന കാര്യം. അന്താരാഷ്ട്ര വേദികളിൽ സമാധാനത്തിന്റെ മുഖം കാട്ടുമ്പോൾ അതിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ഇന്ത്യയിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ രഹസ്യമായി ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്നു. ലഷ്കർ-ഇ-തോയ്ബയും ജെയ്ഷെ മുഹമ്മദും പോലെ സംഘടനകൾ പാകിസ്ഥാന്റെ കയ്യൊപ്പുള്ള ഭീകര സംരംഭങ്ങളാണ്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഭീകര സംഘടനകൾ പുനർസംഘടനാ ശ്രമങ്ങളിലൂടെ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ശ്രമങ്ങൾ മോദി സർക്കാരിന്റെ കഠിനവും നിരന്തരവുമായ പ്രതിരോധ നയങ്ങൾക്ക് മുന്നിൽ വീണ്ടും പരാജയപ്പെടുമെന്നതാണ് യാഥാർത്ഥ്യം. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ കശ്മീരിൽ ഭീകരർക്ക് ശക്തമായ തിരിച്ചടി നൽകിയതിനു ശേഷമാണ് പുതിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നത്. ഇതിലൂടെ വ്യക്തമാണ് പാകിസ്ഥാൻ ഭീകരതയുടെ ആവാസ കേന്ദ്രമാണ്. അതവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നത്. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. സമാധാനത്തിനോ നന്മയ്ക്കോ അതിൽ യാതൊരു പ്രാധാന്യവും ഇല്ല എന്ന്. ഓപ്പറേഷൻ സിന്ധൂർ മോദി സർക്കാരിന്റെ ധീരമായ പ്രതിരോധ തന്ത്രമായിരുന്നു. മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഭീകരവാദത്തിനെതിരെ ഒരു ചരിത്രപരമായ കർമ്മയുദ്ധമായിരുന്നു എന്ന് വേണം പറയാൻ. ഈ ഓപ്പറേഷനിലൂടെ ഇന്ത്യൻ സൈന്യം ഭീകരർ ഒളിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തു. നിരവധി ഭീകരരെ നശിപ്പിച്ചു. ഇന്ത്യൻ സേനയുടെ അതിശക്തമായ ആക്രമണം പാകിസ്ഥാന്റെ കണക്ക് മുഴുവൻ തെറ്റിച്ചു. അതിനുശേഷമാണ് പാകിസ്ഥാൻ വീണ്ടും ഭീകര സംഘടനകളെ കയറ്റി അയക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. പക്ഷെ ഇന്നത്തെ ഇന്ത്യ പഴയ ഇന്ത്യയല്ല. പുതിയ ഇന്ത്യ ഭീകരതയ്ക്കും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ഒരു ഇഞ്ച് സ്ഥലം പോലും അനുവദിക്കുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ സുരക്ഷാ നയം കൂടുതൽ ശക്തിയും ആധുനികവുമായിട്ടാണ് മാറിയത്. ഭീകരവാദത്തെ നേരിടാൻ സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കും ആവശ്യമായ എല്ലാ അധികാരങ്ങളും സ്വാതന്ത്ര്യവും സർക്കാർ നൽകി. സർജിക്കൽ സ്ട്രൈക്കും ബാലാകോട്ട് എയർ സ്ട്രൈക്കും വഴി ലോകം മുഴുവൻ കണ്ടു, മോദി സർക്കാർ പ്രതികരണത്തിന്റെ രാജ്യമല്ല, മറിച്ച് പ്രതിരോധത്തിന്റെ രാജ്യമാണ്. ഇന്ത്യ ഭീഷണികൾക്ക് മറുപടി നൽകുന്ന രാജ്യമല്ല, താക്കീത് ചെയ്യാൻ കഴിയുന്ന ശക്ത രാഷ്ട്രമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതിനാൽ പാകിസ്ഥാന്റെ ഈ ഭീകര സംഘടനകൾക്ക് ഇനി ഇന്ത്യയിൽ അത്ര എളുപ്പമല്ല ആക്രമണം ആസൂത്രണം ചെയ്യുന്നു. ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി, ഡ്രോൺ നിരീക്ഷണം, ഇന്റലിജൻസ് നെറ്റ്വർക്കുകൾ എല്ലാം ഇന്ന് ലോകോത്തര നിലവാരത്തിലാണ്. പാകിസ്ഥാൻ ഇന്ന് സാമ്പത്തികമായി തകർന്നു തരിപ്പണമായ രാജ്യമാണ്. രാജ്യത്തിന്റെ ഭരണകൂടം തങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമത്തെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഭീകരരെ വളർത്തിയെടുക്കുന്നതിനാണ്. അന്താരാഷ്ട്ര ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനെ പലതവണ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യമായി പാകിസ്ഥാൻ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ടും അവർ അവരുടെ തെറ്റു തിരിച്ചറിയുന്നില്ല. ഇന്ത്യക്കെതിരെ ഭീകരരെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ നാശത്തിനുള്ള കുഴി കൂടുതൽ ആഴമുള്ളതാക്കുകയാണ്. ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ ഈ തവണയും മുന്നറിയിപ്പോടെ പ്രവർത്തിക്കുന്നുണ്ട്. ഭീകരർ കടന്നു വരാനുള്ള എല്ലാ വഴികളും സാങ്കേതികമായി നിരീക്ഷണത്തിലാക്കപ്പെട്ടിരിക്കുന്നു. ആധുനിക റഡാർ സിസ്റ്റങ്ങൾ, ഉപഗ്രഹ നിരീക്ഷണം, ഡ്രോൺ പെട്രോളുകൾ എന്നിവയിലൂടെ ഭീകരരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ ഇന്ത്യക്ക് ഇന്ന് കഴിയുന്നുണ്ട്. അതോടൊപ്പം ഇന്ത്യയുടെ ജനങ്ങൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഭരണ സംവിധാനത്തിലും മോദിയുടെ കഴിവിലും സൈനിക ശക്തിയിലും ഉറച്ച വിശ്വാസം പുലർത്തി കഴിഞ്ഞു. ഭീകരതയുടെ വിരുദ്ധരായി രാജ്യത്തിന്റെ ഓരോ പൗരനും സൈന്യത്തിനൊപ്പം നിലകൊള്ളുകയാണെന്ന്. ഭാരതം ഒന്നാണ്, ഭീകരതയെ തകർക്കുമെന്ന ആശയം ഇന്ന് ജനമനസ്സുകളിൽ വളർന്നു കഴിഞ്ഞു. ഇന്ന് ലോകം മുഴുവൻ ഭീകരതയെ നേരിടാനുള്ള മാതൃകാ രാഷ്ട്രമായാണ് ഇന്ത്യയെ കാണുന്നത്. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഭീകരതയ്ക്കെതിരെ നയതന്ത്ര വേദികളിലും ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. UN ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര സംഘടനകൾ വഴി ഇന്ത്യ ഭീകരരെയും അവരെ സഹായിക്കുന്ന രാജ്യങ്ങളെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ലഷ്കറും ജെയ്ഷും പോലുള്ള സംഘടനകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ബാൻ ഏർപ്പെടുത്തിയതിൽ ഇന്ത്യയുടെ ശ്രമങ്ങൾക്കാണ് മുഖ്യ പങ്ക്. അതിലൂടെ ഇന്ത്യ ലോകത്തോട് മുഴുവൻ തെളിയിച്ചു, സമാധാനം ആഗ്രഹിക്കുന്ന രാഷ്ട്രങ്ങൾ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെ വെറുക്കണമെന്ന സത്യത്തെ. പാകിസ്ഥാന്റെ ഭീകര തന്ത്രങ്ങൾ ഇനി പഴയതുപോലെ വിജയിക്കില്ല. കാരണം ഇന്ന് ഇന്ത്യക്ക് ധീരനായ നേതാവുണ്ട്, ആധുനിക സേനയുണ്ട്, ജാഗ്രതയുള്ള പൗരന്മാരുണ്ട്. ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾക്ക് ഇന്ത്യയിൽ ഭീകരവാദം വിതയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും മോദിയുടെ ഇരുമ്പ് കരങ്ങൾ തകർക്കും. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനും അടിയുടെ വേദനയും ചൂടും മറന്നുവെങ്കിൽ വീണ്ടും ശ്രമിക്കാം. പക്ഷെ അതിന്റെ ഫലമായിരിക്കും പരാജയം.
അപമാനം, ലോകത്തിനു മുന്നിൽ അവശത, ഉയർപ്പില്ലാത്ത പതനം. ഇന്ത്യയുടെ ഭൂമിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിൽക്കും. കാരണം ഇന്ന് ഇന്ത്യ ഭീകരതയെ പേടിക്കുന്ന രാജ്യമല്ല, ഭീകരതയെ അവസാനിപ്പിക്കുന്ന രാജ്യമാണത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച